ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തിയറങ്ങൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ട്വൈസ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് എനി പോയിന്റ് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. അല്ലെ, ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ട്വൈസ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് എനി പോയിന്റ് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? The angle made by an arc at any point on its alternate arc is half of the central angle. ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിള്. അതേപോലെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, അതല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ള ആയിരിക്കും. നിങ്ങൾ ആംഗിൾ ബൈസെക്ടർ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചതാണ്. നമുക്ക് ആ രീതിയിലല്ല, നമുക്ക് സർക്കിളിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. (22.5 മെഷർ ഉള്ള ഒരു ആംഗിൾ വരയ്ക്കുക. ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 22.5 ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 45 വരച്ചിട്ട് അതിന്റെ ബൈസെക്ടർ വരച്ചാൽ 22.5 കിട്ടും. സർക്കിളിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. അപ്പം ഈ 22.5 ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഫ് എന്നൊക്കെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രൊട്രാക്ടറിൽ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിനകത്ത് എടുക്കാൻ പറ്റുന്ന ഇന്റിജർ വാല്യൂ ആയിട്ടുള്ള ആംഗിൾസ് എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മള് 22 ഇന്റിജർ കിട്ടുന്നവൻ വരെ ടോയ്സ് എടുത്തു പോകണം. 22.5 ടോയ്സ് എത്ര കിട്ടുന്നത്? 45 ഒരു തവണ എടുത്തപ്പോ തന്നെ നമുക്ക് ഇന്റിജർ വാല്യൂ കിട്ടി. ഓക്കെ, എന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഒരു സർക്കിൾ വരച്ചാൽ മതി. ഇനി അത് എന്താണ് ചെയ്യാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്യൂട്ടബിൾ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നോക്കൂ. സ്യൂട്ടബിൾ റേഡിയസ് ഉള്ള ഒരു സർക്കിള് നമ്മൾ ആദ്യം ഒന്ന് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 22.5 ടോയ്സ് എടുത്ത് നമുക്ക് കിട്ടിയ 45 അല്ലേ? ഈ 45 ആംഗിള് നമുക്ക് എവിടെ വരയ്ക്കാൻ പറ്റുന്നതാണ്? നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 45 ആംഗിള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കും. ഓക്കെ, നോക്കാം. അപ്പം നിങ്ങൾക്ക് 45 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഈ 45 എവിടെ വരണം? സെന്ററിൽ വരണം. സെന്ററിൽ 45 വരുന്ന രീതിയിൽ ഞാൻ ആംഗിൾ കൺസ്ട്രക്ഷൻ നടത്താൻ പോവാം. 45. ഓക്കെ, അപ്പം ഈ ആംഗിളിന്റെ മെഷർമെന്റ് എത്ര ഡിഗ്രിയാണ്? 45 ഓക്കെ ആണല്ലോ. സെന്ററിൽ 45 വരുന്ന രീതിയിൽ ആംഗിൾ ഒരെണ്ണം വരച്ചു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഈ എൻഡിൽ നിന്നും ഈ എൻഡിൽ നിന്നും, ഓക്കെ, ഇതൊരു ആർക്ക് ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ 45 എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലയോ? ഇതിലെ ഏതൊരു പോയിന്റിലേക്ക് നമ്മൾ വരച്ചാലും കിട്ടുന്നത് ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കത്തില്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഈ രണ്ട് എൻഡിൽ നിന്നും കൃത്യമായിട്ട് കണക്ട് ചെയ്യും. ഏത് പോയിന്റ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ഇന്ന പോയിന്റ് ഒന്നുമില്ല, ഏത് പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു പേര് കൊടുത്തു, എ, ഇത് ഒ, ഇത് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എ ഒ ബി എത്രയായിരുന്നു? 45 നമ്മൾ മെഷർമെന്റ് എടുത്ത് വരച്ചത്. അപ്പോ ആംഗിൾ എ പി ബി ആണെങ്കിലോ ഈ 45 ഹാഫ് ആയി ഇതിലെ 45/2 is equal to 22.5. ഇവിടെ ഇടുന്നുണ്ടോ? ഇതാണ് കൺസ്ട്രക്ഷൻ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇല്ലെങ്കിൽ വരയ്ക്കാവുന്ന മറ്റൊരു രീതിയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് തന്നെ വരയ്ക്കുകയാണ്.
ഓക്കെ, ഒരു മെത്തേഡ് പിടികിട്ടിയല്ലോ. ഇതേ കാര്യം തന്നെയാണ്, കൺസെപ്റ്റിന് മാറ്റമൊന്നുമില്ല, വരയ്ക്കുന്ന രീതിക്ക് ഒരു ചെറിയ മാറ്റം വരുത്തുന്നേ ഉള്ളൂ. ഇതേ കാര്യം നമ്മൾ സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി വരയ്ക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ആദ്യം ഒരു ഡയമീറ്റർ അങ്ങ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സെന്റർ. ഒരു ഡയമീറ്റർ അങ്ങ് വരച്ചു. എന്നിട്ട് ആ സെന്ററിൽ 45 വരുന്ന രീതിയിൽ ഒരു ആംഗിൾ വരച്ചു. സെന്ററിൽ 45 വരണം. എന്നിട്ട് അത് കണക്ട് ചെയ്തു. ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഓക്കെ ആണോ? ഇതിപ്പോ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് എ, ഇത് ബി, ഇത് ഒ. ആംഗിൾ എ ഒ ബി എത്രയാണ്? 45 ഡിഗ്രി. നിന്റെ ഓൾട്ടർനേറ്റ് ആൾക്ക് ഏത് പോയിന്റിലേക്ക് വരയ്ക്കാന്നല്ലേ പറഞ്ഞത്? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ വരയ്ക്കാം. ആ പോയിന്റ് ഞാൻ ഇതങ്ങ് ചൂസ് ചെയ്തു. അപ്പോ നോക്കിയേ, ഈ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പം എ ബിയുടെ സെൻട്രൽ ആംഗിൾ ആയിരുന്നു. നേരത്തെ അതേ കൺസെപ്റ്റ് തന്നെയാ. ഇപ്പം എ ബി ഒ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു പോയിന്റിൽ നിന്ന് എയിൽ നിന്ന് വരച്ചു, ബിയിൽ നിന്ന് വരച്ചു. ആ എയിൽ നിന്ന് വരയ്ക്കുന്ന വര ഞാൻ ഇതിലൂടെ തന്നെ അങ്ങ് വരയ്ക്കാന്നിരിക്കട്ടെ, അപ്പോഴും മാറ്റമൊന്നുമില്ല. അപ്പോഴും അത് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ തന്നെയാണ്. ആ എയിൽ നിന്നുള്ളത് ഇതേപോലെ അങ്ങ് വരച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പഴത്ത് നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെയും വരയ്ക്കുന്നതിന് പകരം തിരിച്ച് എയില് ആ ഒരു റേഡിയസിലൂടെ തന്നെ ഞാനങ്ങ് വരച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? ഇതിന്റെ ഹാഫ് ഇത് 22 1/2 ഡിഗ്രി, 22.5 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ പി ബി is equal to 22.5 ഡിഗ്രി എന്ന നോക്കാം. ഇടുന്നുണ്ടോ? ഇതാണ് കൺസ്ട്രക്ഷൻ. ഓക്കെ, കുറച്ചും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും കൂടെ ഒന്ന് ബാക്കി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാം. ഇതേ ക്വസ്റ്റ്യൻ 22.5 ഡിഗ്രി മാറിയിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 16 1/4 ഡിഗ്രി. 16 1/4 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടിനകത്ത് എടുക്കാൻ പറ്റുന്ന ആംഗിൾ അല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ 16 1/4 അതിന്റെ ടോയ്സ് എടുക്കുക. 16 1/4 ഡിഗ്രി എന്ന് പറയുമ്പോൾ 16.25 അല്ലെ? 16 32 വരും അല്ലെ? 32 1/2 ഡിഗ്രി എന്ന് വരും. ഇത് നമുക്ക് ശരിക്കും കറക്റ്റ് ആംഗിൾ ആയിട്ടാണോ കിട്ടിയേക്കുന്നത്? അല്ല അല്ലെ? നമുക്കിത് കറക്റ്റ് ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇന്റിജർ കിട്ടി. കറക്റ്റ് മീൻസ് നമുക്ക് ഇന്റിജർ കിട്ടിയിട്ടില്ല കേട്ടോ. വീണ്ടും നമുക്ക് ഈ 32 1/2 ടോയ്സ് എടുക്കും. 32 1/2 ടോയ്സ് എത്ര കിട്ടും? ഇവിടെ 65 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും? 65 ഡിഗ്രി. 65 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടിനകത്ത് എടുക്കാൻ പറ്റുന്ന ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വരയ്ക്കാൻ തുടങ്ങും. ഇനി എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ഉള്ളതാണ് ശ്രദ്ധിച്ചോളാം. ആദ്യം ഒരു സ്യൂട്ടബിൾ റേഡിയസ് എടുത്ത്, ഇത്ര റേഡിയസ് ഒന്നുമില്ല, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റേഡിയസ് എടുത്തിട്ട് നമ്മൾ ആദ്യം തൽക്കാലം റേഡിയസ് മാറ്റി, നിങ്ങൾ റേഡിയസ് മാറ്റാതിരിക്കുന്നത് നല്ലത്. അപ്പം ഇത് ഞാൻ രണ്ട് രീതിയിൽ വരച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 65 ഡിഗ്രി വരയ്ക്കാം. ആദ്യം 65 ഡിഗ്രി. ആദ്യം ഒരു ലൈൻ വരച്ചു. എന്നിട്ട് 65 ഡിഗ്രി സെന്ററിൽ വരുന്ന രീതിയിൽ ഇവിടെയാണ് വരുന്നത്. 65 ഡിഗ്രി വരെ. ഓക്കെ, ഞാനൊരു പേര് കൊടുത്തു, എ ബി. ഇത് ഒ ആയിട്ട് കൊടുത്തു. ഡോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും കുഴപ്പമില്ല. ഡോ കൊടുത്തു. അപ്പൊ എത്രയാ? ഇത് 65 ഡിഗ്രി ആണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 65ന്റെ ഹാഫ്. 65ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാ? 32 നമുക്ക് വരയ്ക്കുന്നത് 16 ആണ്. അപ്പൊ ഞാൻ ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്തിട്ട് അവിടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ആർക്ക് വരയ്ക്കുന്നു. കാര്യം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ ആംഗിൾ 65 വന്ന സ്ഥിതിക്ക് ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ആംഗിൾ തീർച്ചയായിട്ടും 32 ഡിഗ്രി ആയിരിക്കും. പോയിന്റ് പി ഇത് എത്രയാ? 32 ഡിഗ്രി. എനിക്ക് ആവശ്യമുള്ള ആംഗിൾ കിട്ടിയോ? കിട്ടിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് റേഡിയസ് ഡിഫറെന്റ് ആക്കിയോ സെയിം റേഡിയസിലോ വരയ്ക്കാം. നിങ്ങൾ സെയിം റേഡിയസ് വരച്ചോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആ വരയ്ക്കുന്ന സർക്കിൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ പോയിന്റ് പി സെന്റർ ആക്കി വേണം വരയ്ക്കാൻ. പി സെന്റർ ആക്കിക്കൊണ്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. നേരത്തെ നമുക്ക് എവിടെ വേണമെങ്കിലും സർക്കിൾ വരയ്ക്കാമെങ്കിൽ ഇപ്പൊ നമുക്ക് ഏത് പോയിന്റിലൊക്കെയാണ് നമ്മൾ 32 എടുത്തത്? കാര്യം അവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 32 വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പിയിൽ നിന്ന് ഞാൻ തൽക്കാലം ആ സെയിം റേഡിയസ് തന്നെ എടുക്കുന്നു. സെയിം റേഡിയസ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്ററിലൂടെ കടന്നു എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിനേക്കാൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. നിങ്ങൾക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ തൽക്കാലം പി സെന്റർ ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാം. ഇത് ആ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ആ രണ്ടാമത്തെ സർക്കിളിലെ ഒരു ആർക്കല്ലേ? ആ ആർക്കിൽ നിന്നും സെന്ററിലേക്ക്, സർക്കിളിന്റെ സെന്റർ അതായത് രണ്ടാമത്തെ സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ചിരിക്കുന്ന റേഡിയസിലാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ അല്ലേ ഇത് 32 എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ആർക്കിൽ നിന്നും രണ്ടാമത്തെ സർക്കിളിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് വരച്ചാൽ ഈ 32 ഹാഫ് ആയിരിക്കത്തിലേ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്നു. വരയ്ക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇവിടുന്ന് വരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതല്ല, ഇവിടെ നല്ല വരയ്ക്കേണ്ടത് ആ രണ്ടാമത്തെ സർക്കിളിലെ ആർക്കായിട്ട് ഫോം ചെയ്താൽ ഇവിടുന്നാണ്, ഈ രണ്ട് എൻഡിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. അപ്പം ഈ കിട്ടിയിരിക്കുന്നു, ഞാൻ അതിനെ ക്യൂ എന്ന് വിളിച്ചു. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 32 ഹാഫ് എന്ന് പറയുമ്പോൾ 16 ഞാൻ ഇപ്പൊ ഇവിടെ ആംഗിൾ എ ഒ ബി എത്രയാ? 65 ഡിഗ്രി. ആംഗിൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സി എന്നോ ഡി എന്നോ വിളിക്കാം. ഞാൻ സി ഡി കൊടുത്തു. അപ്പൊ ഇവിടെ ആംഗിൾ സി പി അല്ലെങ്കിൽ എ പി ഡി തന്നെ എടുക്കാം, എ പി ബി എന്നങ്ങനെ എടുക്കാം. ആംഗിൾ എ പി ബി എത്രയാണ്? 32 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ സി ക്യു ഡി എന്ന് പറയുന്നത് എത്രയാ? അതിന്റെ ഹാഫ് 16 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്കൊരു ഇന്റിജർ വാല്യൂ, ഇന്റിജർ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര തവണ ചോയ്സ് എടുക്കുന്നു അത്രയും സർക്കിൾ വരയ്ക്കേണ്ടി വരുന്നുള്ളതാണ്. അപ്പൊ ഇത് തന്നെ നമ്മൾ നേരത്തെ വരച്ച രീതിയിൽ ഒന്ന് വരച്ചു നോക്കാം, അത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ 2 സർക്കിൾ വേണമെങ്കിൽ അങ്ങ് വരച്ചു പോകാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യമേ ഒരു 2 സർക്കിൾ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അത് ഈ കേസിൽ നമുക്ക് പറ്റുമായിരുന്നു. നമ്മൾ ആ പോയിന്റ് വരയ്ക്കേണ്ട പിയിൽ വെച്ചിട്ട് ആദ്യമേ അങ്ങ് വരച്ചാൽ മതി. അതായത് ഇപ്പോഴത്തെ നമ്മുടെ രീതിയിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു, അതിലൊരു പോയിന്റ് പി ചൂസ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആംഗിള് ഇവിടെ ഒരു 65 വരച്ചു. എന്നിട്ട് ഈ പിയിലേക്ക് തന്നെ വരയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതാണ്ട് ഇവിടുന്ന് അടുത്തോട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും ആംഗിൾ. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് 2 സർക്കിളും ആദ്യമേ തന്നെ വരച്ചു കഴിഞ്ഞാൽ റേഡിയസ് പിന്നെ മാറ്റാനോ കാര്യത്തിലൊന്നും നിൽക്കണ്ട. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ തൽക്കാലം രണ്ടാമത്തെ മെത്തേഡിൽ ആദ്യമേ 2 സർക്കിളും തന്നെ അങ്ങ് വരയ്ക്കുകയാണ്.
ഇവിടെ സെന്റർ, എന്നിട്ട് റേഡിയസ് ഞാൻ മാറ്റി. നിങ്ങൾ ആ റേഡിയസ് സെയിം റേഡിയസിൽ അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് റേഡിയസ് ആക്കിക്കൊണ്ട് അടുത്ത സർക്കിൾ സെയിം റേഡിയസിൽ വരച്ചോളൂ. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസും ഇത് സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വരയ്ക്കേണ്ട ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് റേഡിയസിൽ കൂടെ റേഡിയസ് അല്ല സെന്റർ ആണേ പറഞ്ഞപ്പോ റേഡിയസ് എന്നാ പറഞ്ഞത്. ഇത് ഫസ്റ്റ് സർക്കിളിന്റെ സെന്റർ, സെക്കൻഡ് സർക്കിളിന്റെ സെന്റർ. അപ്പം ഈ രണ്ട് സെന്ററിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ വേണം നമ്മള് ഒരു ലൈൻ, അത് ഈ സർക്കിളിന്റെ ഇങ്ങനെ എൻഡ് വരെ വരയ്ക്കണം. ആദ്യമേ അങ്ങ് വരച്ചു. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആംഗിൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം എത്ര എടുക്കേണ്ടത്? 65 എടുക്കണം. അത് ഫസ്റ്റ് സർക്കിളിന്റെ സെന്ററിൽ ഫോം ചെയ്യാം. 65 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ദെൻ കണക്ട് ചെയ്യുന്നു. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ, ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയാൽ മതി. അപ്പം ഇത് എത്ര കിട്ടി? 65 ഡിഗ്രി കിട്ടി. ഇനി 65 നിന്നും ഇങ്ങോട്ട് വരച്ചാൽ 65ന്റെ ഹാഫ് എത്രയാ? 32 1/2 ഡിഗ്രി. നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സർക്കിളിനെ സംബന്ധിച്ചാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. അല്ലാതെ ഇതല്ലേ ആർക്ക്. കാര്യം ഈ ഒരു മെത്തേഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആംഗിള് തെറ്റാണ്. അതല്ല, കണ്ട് ഇതാണ് ആർക്ക്. ഏത് ആർക്കിന്റെ ആണോ സെൻട്രൽ ആംഗിൾ നോക്കേണ്ടത് അവിടുന്ന് എൻഡിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. അപ്പം ഒരു എൻഡിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ലൈൻ പോയിട്ടുണ്ട്. പിന്നെ വരയ്ക്കുന്നത് ഈ എൻഡിൽ നിന്നാണ്, അത് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 32 1/2 അതിന്റെ ഹാഫ് ആയിട്ട് എത്ര കിട്ടും? 16 1/4 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് അടുത്ത ഫിഗർ. ഈ രണ്ടിടത്തും സെയിം കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണേൽ പേര് കൊടുത്തിട്ട് ആംഗിൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഒരു ഗിവൻ മെഷർമെന്റ് തന്നിരിക്കുന്ന ഒരു മെഷർമെന്റിൽ ഒരു ആംഗിൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത് പിടികിട്ടിയല്ലോ. ഈ സെക്ഷനിൽ നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി വിത്ത് സർക്കം റേഡിയസ് 2.5 സെന്റിമീറ്റർ. സർക്കം റേഡിയസ് മീൻസ് എന്താ? സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ സർക്കം റേഡിയസ് 2.5 വരുന്ന 50 60 70 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കണം. എന്നുവെച്ചാൽ ആ ട്രയാംഗിൾ ആംഗിൾ 15 60 70 ആയിരിക്കണം. അതിന്റെ സർക്കം റേഡിയസ്, അതായത് ആ ട്രയാംഗിളിൽ ഒരു സർക്കം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് 2.5 ആയിരിക്കണം. അപ്പൊ 50 60 70 വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയാംഗിൾസ് നമുക്ക് വരയ്ക്കാം. കാര്യം ഒരു ലൈൻ വരയ്ക്കുന്നു, ഇങ്ങോട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 50 ഡിഗ്രി എടുക്കുന്നു, ഇവിടെ നിന്ന് 60 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് 70 ആയിരിക്കും. കാര്യം ടോട്ടൽ സം എത്രയാ? 180. കാര്യം ഇത് ട്രയാംഗിൾ ആംഗിൾസ് ആണ്. 50 60 70 കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ 50 60 വന്നത്. അപ്പൊ ആ വരയ്ക്കുന്ന ലൈനിന്റെ ലെങ്ത് അനുസരിച്ച് ട്രയാംഗിൾ വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഇതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ട്രയാംഗിൾ വരയ്ക്കും. ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 2.5 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് ട്രയാംഗിൾ വരയ്ക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ ആദ്യം ട്രയാംഗിൾ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കാൻ നോക്കാം. എന്റെ അടുത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ട്രയാംഗിൾ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കുകയാണെന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞിട്ട് 50 ഡിഗ്രി എടുത്തു, 60 ഡിഗ്രി എടുത്തു, അല്ലെ? 50 60, അപ്പൊ ഇത് 70 ആയിരിക്കും. നമുക്ക് ട്രയാംഗിൾ കിട്ടി. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കം റേഡിയസ് ഈ 2.5 ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനങ്ങനെ കിട്ടിയാലായി ഇല്ലെങ്കിലായി. പക്ഷെ ഇത് നമുക്ക് ഉറപ്പിച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൃത്യം 2.5 ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ട്രയാംഗിൾ വരച്ചിട്ട് പിന്നെ സർക്കിൾ വരയ്ക്കുക എന്നുള്ളത് പോസിബിളേ അല്ല. അത് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രയാംഗിൾസിന്റെ സൈഡ്സ് ഒക്കെ കണ്ടുപിടിച്ച് വേണേൽ ചെയ്യാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. അപ്പൊ തൽക്കാലം ട്രയാംഗിൾ ആദ്യം വരയ്ക്കുക എന്നുള്ള പരിപാടി നമ്മൾ നിർത്താൻ ഒന്ന് മാറ്റി. പിന്നുള്ള അടുത്ത പോസിബിലിറ്റി സർക്കിൾ ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള്
2.5 റേഡിയസില് ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിന്റെ റേഡിയസ് 2.5 ആണ്. ഇനി ഇതിനകത്ത് വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിളും, ഇതിനകത്ത് നമ്മൾ ഇനി ഏത് ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ സർക്കം സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ വരച്ച സർക്കിൾ തന്നെ. കാര്യം ഒരു ട്രയാങ്കിൾ ഒറ്റ സർക്കം സർക്കിളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ സർക്കിളിനകത്ത് ട്രയാങ്കിൾ വരച്ചാൽ തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ സർക്കം സർക്കിൾ നമ്മൾ വരച്ച സർക്കിളാണ്. അതിന്റെ റേഡിയസ് നമ്മൾ 2.5 ആക്കിയിട്ടല്ലേ വരച്ചത്. 2.5 വരച്ചതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ റേഡിയസ് 2.5 ആണ്. പക്ഷെ ഇതിലെ ആംഗിൾ 50, 60, 70 ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തോന്നും എന്നാ പിന്നെ അങ്ങനെ വരയ്ക്കേണ്ട, നമ്മൾ ആംഗിൾ സർക്കിളിനകത്ത് ആംഗിൾ എടുത്ത് തന്നെ വരയ്ക്കാം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നു. ആദ്യം ഞാൻ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് താണ്ട് ഇവിടുന്ന് 50 ഡിഗ്രിക്ക് ഒരു ആംഗിൾ വരച്ചു. ഇവിടുന്ന് 60 എടുത്ത് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് കൃത്യമായിട്ട് ഇവിടെ തന്നെ മീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 60 എടുക്കുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ആണ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ സർക്കിൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ സർക്കിൾ. അപ്പൊ അത് 2.5 ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത് ഇതിന് പുറത്ത് വെച്ചായിരിക്കും. അപ്പോഴും സർക്കം റേഡിയസ് അതിനെക്കാട്ടി കൂടത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള സർക്കം റേഡിയസ് കിട്ടത്തുമില്ല. അപ്പൊ പിന്നെ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് സർക്കിൾ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഒപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുന്നത്, നമുക്ക് ഈ തന്നിരിക്കുന്ന ആംഗിൾസ് നോക്കാം. നമുക്ക് 2 ആംഗിൾ തന്നാൽ മതി സർക്കിളിന്, ട്രയാങ്കിളിനകത്തെ 2 ആംഗിളിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ആംഗിൾ ഉണ്ടെങ്കിൽ 3ാമത്തെ ആംഗിൾ കിട്ടും. ഇങ്ങനെ തന്നിരിക്കുന്ന ആംഗിൾസിൽ നിങ്ങൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ടെങ്കിൽ തൽക്കാലം, കാര്യം ഒരു ട്രയാങ്കിളിനകത്ത് ഒറ്റ ഒബ്റ്റ്യൂസ് ആംഗിളേ വരത്തുള്ളൂ. വരുന്നുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിക്കോട്ടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിക്കോട്ടെ ഒരെണ്ണമേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒബ്റ്റ്യൂസ് ആംഗിളെ മാറ്റി നിർത്തിയിട്ട് 2 അക്യൂട്ട് ആംഗിൾ ചൂസ് ചെയ്യാം. കാര്യം അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എല്ലാം അക്യൂട്ട് ആംഗിൾ, അപ്പൊ അത് ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതിനകത്ത് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും ചൂസ് ചെയ്തു. 70 ഡിഗ്രി ഉള്ളത് വലുതല്ലേ, അവിടെ കിടക്കട്ടെ. 50, 60 എടുക്കാം. അപ്പൊ ഇതിനകത്ത് 50യോ 60യോ 70യോ ഏത് എടുത്താലും കുഴപ്പമില്ല. കാര്യം എല്ലാം അക്യൂട്ട് ആംഗിൾ. എന്നാൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 കൂടുതലുണ്ടെങ്കിൽ, 90യോ അതിൽ കൂടുതലുണ്ടെങ്കിൽ, 90 ആണെങ്കിൽ കുഴപ്പമില്ല, 90 കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് അടുത്തൊരു ആംഗിൾ, അതായത് ഇപ്പൊ നമുക്ക് തരുന്നത് ഇപ്പൊ 100 ഡിഗ്രി എന്നും ഇപ്പൊ ഒരു 30 ഡിഗ്രി എന്നോ തരുന്നെങ്കിൽ 2 ആംഗിൾ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 100 ഒബ്റ്റ്യൂസ് ആണ്, ഇത് അക്യൂട്ട് ആണ്. അപ്പൊ നിങ്ങൾ അടുത്ത ആംഗിളൂടെ കണ്ടുപിടിക്കണം. അടുത്ത ആംഗിൾ 50 ഡിഗ്രി എന്നുള്ളതുകൂടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ല, നിങ്ങൾക്ക് തരുന്നത് 2 ആംഗിൾസ് 50 ഡിഗ്രി 30 ഡിഗ്രി, അപ്പോൾ നിങ്ങൾ 100 കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാര്യം അത് നമുക്ക് ആവശ്യമില്ല. ശരിക്കും അതിന്റെ ആവശ്യം ഇല്ലാത്തതിന്റെ പ്രശ്നം, ആവശ്യമില്ലാത്തത് മീൻസ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തോന്ന് ഞാൻ പറയാം. നമ്മൾ ഇവിടെ ഈ ആംഗിൾ ടോയ്സ് എടുക്കുകയാണ്, × 2 100 ഡിഗ്രി, ഇവിടെയും × 2 എത്രയാണ് 120 ഡിഗ്രി. നമ്മൾ എന്തായാലും നമുക്ക് കിട്ടുന്ന ആംഗിളിന്റെ ഇരട്ടി എടുത്തേ കിട്ടുള്ളൂ. ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ഇവിടെ 100, 120. നമുക്ക് പ്രൊട്രാക്ടറിനകത്ത് 180 ഡിഗ്രി വരെ പോസിബിൾ ആണ്. എന്നാൽ നമുക്ക് തരുന്നത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ, സപ്പോസ് നേരത്തെ എടുത്തതിനോട്ട് 100 ഡിഗ്രിയാണ് തന്നത്, നിങ്ങൾ അതിന്റെ ടോയ്സ് എടുക്കുന്നു, എത്ര കിട്ടും? 200 ഡിഗ്രി. ഈ 200 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കാൻ ഡയറക്റ്റ് പോസിബിൾ അല്ല. പറ്റും, നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്തൊരു ചെറിയ പ്രശ്നം വരും. അതേപോലെ ഇപ്പൊ 90 ആണെങ്കിൽ തന്നെ 180 വരും. 180 മാക്സിമം ആണ്. അത് കഴിഞ്ഞ് 90 കൂടുതലുള്ള ഏതാണെങ്കിലും നമുക്ക് 180 കൂടുതലായിരിക്കും ടോയ്സ് എടുക്കുമ്പോൾ വരും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ ഒഴിവാക്കാൻ പറയുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ വെച്ച് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യും, ഇല്ല പറ്റായികയൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അത് ഡിഫിക്കൽട്ട് ആയി. അതുകൊണ്ട് അക്യൂട്ട് ആംഗിൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇത് എന്തിന് ചൂസ് ചെയ്യുന്നു, എന്തിന് ഇരട്ടി എടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയാൻ വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന റേഡിയസില് സർക്കം സർക്കിൾ വരയ്ക്കും. തന്നിരിക്കുന്ന റേഡിയസില് സർക്കം സർക്കിൾ. സർക്കം സർക്കിൾ മീൻസ് സർക്കിൾ, നമ്മുടെ സർക്കം സർക്കിള് അതിന്റെ റേഡിയസ് എത്രയാണോ അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ 2 നമ്മുടെ സ്കെയിലിനകത്തുനിന്ന് 2.5 റേഡിയസ് എടുക്കുന്നു. ഞാൻ ഇപ്പൊ തൽക്കാലം പ്രൊപ്പോർഷൻ ആയിട്ട് വാല്യൂ അങ്ങ് എടുക്കുകയാണ്. 2.5 റേഡിയസ് നിങ്ങൾ കൃത്യമായിട്ട് അളന്നെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. 2.5 റേഡിയസ് ഉള്ള ഒരു സർക്കിള് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ശേഷം നമ്മൾ ഈ 2 ആംഗിളാണ് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലൈൻ ആദ്യം വരയ്ക്കും. അപ്പം സെന്റർ ഇതാണ് വരച്ചു. ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു? 2.5 അല്ലേ? അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം.
അതിനുശേഷം ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ ആംഗിൾ എടുത്ത് വരയ്ക്കുന്നു. 100 ഡിഗ്രി അല്ലേ, അതെടുത്ത് വെച്ച് വരയ്ക്കുന്നു. സെന്ററിൽ 100 വരുന്ന രീതിയിൽ ഫസ്റ്റ് ആംഗിള് നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെയാണ് 100 വരുന്നത്. ഓക്കെ, ഈ ആംഗിൾ എത്രയാണ് കിട്ടുന്നത്? 100 ഡിഗ്രി. ഓക്കെ ആണോ? അടുത്ത ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അടുത്ത നമ്മൾ 120 ഡിഗ്രി വരും. സെന്ററിൽ തന്നെ 120 വരുന്ന രീതിയിൽ 120 ഡിഗ്രി ആംഗിള് വരയ്ക്കും. ഓക്കെ, ഇതാണ് അടുത്തത്. അടുത്ത 140 ആയിരിക്കും. സ്വാഭാവികമായിട്ടും 360 ആണ്, അപ്പൊ 140 ആയിരിക്കും. നമ്മളിപ്പോ 70 ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ചോയ്സ് എത്ര തന്നെയാ? 140. അത് സ്വാഭാവികമായിട്ടും വന്നോളും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് അടുത്ത് ഞാൻ ഒരു ഫിഗറൂടെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്ന കേസിലൂടെ പറയാം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് കിട്ടുന്ന ട്രയാംഗിൾ ഏതാന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അത് ഞാൻ ഇപ്പോഴേ ഒരു ഐഡിയ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഏത് ആംഗിൾ ആണെങ്കിലും ഏത് രീതിയിലാണ് വരുന്നതെങ്കിലും നിങ്ങൾ ഇങ്ങനെ 2 ആംഗിൾ വരച്ചു കഴിയുമ്പോൾ ഇതുപോലെ 3 ലൈൻസ് കിട്ടും. ആ 3 ലൈൻസ് സർക്കിളിനെ മീറ്റ് ചെയ്ത പോയിന്റ് നോക്കുക. ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്, അങ്ങനെ തന്നെ ചിന്തിക്കുക. സർക്കിളിനെ മീറ്റ് ചെയ്ത ആ 3 പോയിന്റ്, എന്നിട്ട് ഇത് 3 കൂടെ കണക്ട് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ആ 3 പോയിന്റ്സ് കൂടെ കണക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാ. വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ആ കൺഫ്യൂഷൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം എന്തുവാണെന്ന്. ഓക്കെ, എന്താണ് ഞാനിപ്പോ ഒരു പേര് കൊടുത്തു, PQR. സെന്റർ O എങ്ങനെ ആയിക്കോട്ടെ. നോക്കിയേ, ഇനി നമുക്കിത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആയോ നോക്കിയേ. PQR എന്ന് പറയുന്ന ഈ ട്രയാങ്കിള് ഈ സർക്കിളിനകത്താ. കാര്യം ആ ട്രയാങ്കിൾ 3 വെർട്ടെക്സും ഈ സർക്കിളിലാണ്. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാ? 2.5. അപ്പൊ PQRന്റെ സർക്കം റേഡിയസ് എത്രയാ? PQRന്റെ സർക്കം സർക്കിൾ ആയിട്ടുള്ള ഈ സർക്കിളിന്റെ റേഡിയസ് 2.5 ആണെങ്കിൽ PQRന്റെ സർക്കം റേഡിയസ് എത്രയാണ്? 2.5. അതുകൊണ്ട് ഈ കണ്ടീഷൻ അങ്ങ് ഓക്കെ ആയി. സർക്കം റേഡിയസ് 2.5 വേണം എന്നുള്ള കണ്ടീഷൻ ഓക്കെ. ഇനി നമുക്ക് ആംഗിൾസ് ഇതുപോലെ കിട്ടുന്ന നോക്കാം. നോക്കിയേ, കണ്ട് ഈ ആർക്ക് കണ്ടോ, അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ 100. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇതല്ലയോ, അത് നമ്മുടെ PQR എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ ഒരു ആംഗിളാ. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ ഹാഫ് നമുക്ക് വേണ്ടുന്ന ഒരു ആംഗിളാണ്. ഇനി ഇത് 120 ഡിഗ്രി അല്ലയോ, അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 120യുടെ ഹാഫ് ആയിരിക്കത്തില്ലയോ? 60 ഡിഗ്രി. നമുക്ക് വേണ്ടുന്ന അടുത്ത ആംഗിളായി. ഇത് 50 ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രിയാണ്. സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് 120 ഇത് 100 ആണെങ്കിൽ ഇത് 140 വരും. 140യുടെ ഹാഫ് ആയാലും എന്ത് തന്നെയാണ്? 70 ഡിഗ്രി. ഇതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. PQR ആണ് നമ്മുടെ റിക്വയർഡ് ട്രയാംഗിൾ. നിങ്ങൾ ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് ആ PQR എന്ന ട്രയാംഗിൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൂടെ ചെയ്ത് കാണിച്ചാൽ ആ സെക്ഷൻ ഓക്കെ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ആംഗിൾ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ വരച്ച തന്നെ പറയാം. 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രി. കറക്റ്റ് അല്ലേ? 180 വരുന്നുണ്ടല്ലോ. റേഡിയസ് 2.5 3 അത് നിങ്ങൾക്ക് റേഡിയസ് മാറി വരും. ഞാൻ 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 3 സെന്റിമീറ്റർ റേഡിയസില് ഒരു സർക്കിൾ ആദ്യം വരയ്ക്കും. ഇവിടെ ചിലപ്പോൾ 3 ആംഗിളും തരണമെന്നില്ല, ഏതെങ്കിലും 2 ആംഗിൾ ചിലപ്പോൾ തരത്തുള്ളായിരിക്കും. നിങ്ങൾ 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് ആ 3 സെന്റിമീറ്റർ റേഡിയസിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സർക്കിൾ വരയ്ക്കും. ഓക്കെ,
ഇനി 30 ഡിഗ്രി അതിന്റെ ചോയ്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി. 50 ഡിഗ്രി അതിന്റെ ചോയ്സ് എന്ന് പറയുന്നത് 100 ഡിഗ്രി. പിന്നെ 100ന്റെ ചോയ്സ് 200 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് വേണ്ട തൽക്കാലം നമുക്ക് ഇത് രണ്ടും എടുത്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. അവിടെ നിന്ന് ആദ്യം 60 ഡിഗ്രി എടുക്കും. ഓക്കെ, ഇവിടെ വന്ന 60 ഡിഗ്രിയാണ് ഫസ്റ്റ് ആംഗിൾ. ഓക്കെ, ഇത് കിട്ടിയല്ലോ. അടുത്ത എത്രയായിരുന്നു? 60. അടുത്ത 100 ഡിഗ്രി അല്ലയോ? നമ്മളെ ടോയ്സ് എടുക്കുന്ന ആംഗിൾ ആണ് വരയ്ക്കേണ്ടത്. അടുത്തത് 100 വരയ്ക്കുന്നു. ഈ ആംഗിൾ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് 3 ലൈനായി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്ന, ചിലപ്പോ നിങ്ങള് ഇവിടുത്തെ ട്രയാങ്കിൾ ഏതാന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. ചിലപ്പോ നിങ്ങൾ കണ്ട് ഇവിടുന്ന് ഇതും ഇതും കൂടെ അങ്ങ് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോഴത്തേക്ക് ചിലപ്പോ പിന്നെ ഞങ്ങൾക്ക് നോക്കാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഇതുകൂടെ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഞാൻ ഓയെന്ന് വിളിക്കുകയാണ്. അപ്പോ അതൊരു പ്രശ്നം വരും. അപ്പൊ അതിനകത്ത് ആ ട്രയാങ്കിൾ അതൊരു കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ കണ്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ട്രയാങ്കിൾ ആണെന്ന് തോന്നും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, നമ്മള് എന്തായാലും ഏത് മെത്തേഡിൽ വരച്ചാലും നമ്മൾ 2 ആംഗിൾ വരയ്ക്കുമ്പോൾ 3 ലൈൻ വേണം. ആ 3 ലൈൻ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്സുകൾ നോക്കുക. ഇത് 3ഉം വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒറ്റ ട്രയാങ്കിളേ ഉള്ളൂ. കാര്യം ഇത് 3ഉം വെർട്ടെക്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. അങ്ങനെ ഒരു ട്രയാങ്കിളേ ഇതിനകത്തുള്ളൂ. അതായിരിക്കും നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. വേറെ ഒരു ട്രയാങ്കിളും ഷെയ്ഡ് ചെയ്യരുത്. അത് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ രീതിയിൽ ആദ്യം ഇത് കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ 2 പോയിന്റ് കണക്ട് ചെയ്തു. സെക്കൻഡും തേർഡും കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റും സെക്കൻഡും കൂടെ കണക്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് നിർത്തുന്നവരുണ്ട് ഇവിടെ. അങ്ങനെയൊന്നും ആവരുത്. ചിലർ ഇത്രയും ചെയ്ത് വേണ്ടതാണ് ഈ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യാറുണ്ട്, വേറെ ട്രയാങ്കിളിലേക്ക് പോകാറുണ്ട്. അങ്ങനെയൊന്നും വരരുത്. ദാണ്ട ഈ 3 ഇതും വരുന്നത്. അപ്പൊ ഞാനിവിടെ A B C എന്ന് കൊടുത്താൽ ഇവിടെ ABC ആണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടതാണ് ഇത് ഈ ട്രയാങ്കിളാണ്. ഓക്കെ, ഇതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പോസിബിലിറ്റി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ നോക്കാം. ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും പാസ് ചെയ്ത് പോകുന്ന സർക്കിളാണ് ഇത്. ആ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ സർക്കം റേഡിയസ് എത്ര തന്നെയാ? 3 സെന്റിമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ സർക്കിളിന് പുറത്തായിരിക്കും എന്നൊക്കെ അറിയാം. റൈറ്റ് ആംഗിൾ ആണെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സർക്കം സെന്റർ ട്രയാങ്കിളിന് പുറത്താണ്. ഒന്നും വേണ്ട, നമുക്ക് പറഞ്ഞുള്ളതേ ഉള്ളൂ. അപ്പൊ 3 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ സർക്കം റേഡിയസ്. ഇനി ആംഗിൾ നോക്കിയേ, ഇത് 60 അല്ലയോ? എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 60. അപ്പൊ ഇവിടെ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരച്ചാൽ അതാണ്ട് ഈ ആംഗിൾ അതെത്രയാ? 60യുടെ ഹാഫ് 30 ഡിഗ്രി. ഇവിടെ ആംഗിൾ സി 30 ഡിഗ്രിയാണ്. ഇനി ഇത് 100 അല്ലേ? ഇത് 100 ആയതുകൊണ്ട് ഇതിന്റെ ഹാഫ് ആയിട്ടുള്ള ഈ ആംഗിൾ അല്ലേ, ഈ ആർക്കാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ 100. അപ്പൊ ആ ബിയിൽ നിന്നും സിയിൽ നിന്നും തന്നെ വരയ്ക്കുന്ന ആംഗിൾ അതെന്ന് പറയുമ്പോൾ ഇതാണ്. കൺഫ്യൂഷൻ വരരുത്. അത് 100ന്റെ ഹാഫ് 50 ഡിഗ്രി. അപ്പൊ 30യും 50 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര വരും? ഇത് 100 ഡിഗ്രി വരും. ഇനി അല്ല മറ്റൊരു രീതി നോക്കുവാണെങ്കിൽ ഇത് 100ഉം 60യും കൂടെ ആവുമ്പോൾ 160. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 200 ആയിരിക്കും. ടോട്ടൽ 360 എന്ന 160 പോയ 200. 200ന്റെ ഹാഫ് നോക്കിയാൽ ഇത് 100. നമുക്ക് അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ 100, 50, 30 എന്ന് വരുന്ന നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ ആയി. ABC is the required triangle എന്ന ഷെയ്ഡോടെ ചെയ്ത് കാണിച്ച ആ സെക്ഷൻ. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് കൺസ്ട്രക്ഷൻ വരുന്ന 2 ചാപ്റ്റേഴ്സ്, ഒന്ന് സർക്കിളും ഇനി വരാൻ പോകുന്ന ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. അപ്പം അതിനകത്ത് ഈ കൺസ്ട്രക്ഷൻ ഫസ്റ്റ് നമ്മൾ പറയുന്ന കൺസ്ട്രക്ഷൻ ആണ്. അതിനകത്ത് ഇത്തിരി നമ്മൾ ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഈ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനം വേറെ കുറച്ച് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും
അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.